പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I start the day with Praying Kerala. It has been a blessing to my life. ഇത് ലോൺ അപേക്ഷിച്ചായിരുന്നു. പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാ. ഒരു 1.5 മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് TV ട്യൂൺ ചെയ്യാൻ. രണ്ട് കരങ്ങളും ഉയർത്തിച്ചേർന്ന് Spirit of the Lord, we welcome you. Spirit of the Lord, we welcome you. And we declare, Jesus, you are the King. King of kings, have your way. King of kings, have your way. King of kings, have your way. രാജാധിരാജാവേ, അങ്ങയുടെ വഴി മാത്രം. യെസ്, അവിടുന്ന് മഹാരാജാവ് യേശുവേ. ആ രണ്ട് കരങ്ങളും ഉയർത്തിച്ച് ഈ പ്രഭാതത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. We welcome everyone this morning to worship Jesus and sing along with us by lifting your hands to the Holy God. Hallelujah. You are great, Lord.
There is no one like you, Lord. There is no one else like you. Jesus, there is none like you. യേശുവേ, നീ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. യേശുവേ, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ മറ്റാരുമില്ല. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് യേശുവെ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. യെസ്, രണ്ട് കരങ്ങളും ഉയർത്തി ഉറക്കെ ഉറക്കെ വിളിച്ച് യേശുവേ, അങ്ങെപ്പോലെ മറ്റാരുമില്ല. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. യെസ്, പ്രൈയിങ് കേരളയിൽ 250 ദിവസങ്ങൾ കർത്താവ് നമ്മെ കൊണ്ടുവന്ന് God has brought us far 250 days. Hallelujah. Hallelujah. And the only testimony that we are able to say on this 250th day of Praying Kerala, Yeshu Valiyavan, Jesus is great. As we lift our hands in worship, as we lift your holy name, you deserve the glory and the honor. As we lift our hands in worship, as we lift your holy name, for you are great, you're a miracle so great, there is no one else like you. There is no one else like you, for you are great, you're a miracle so great, there is no one else like you. There is none like you. There is no one else like you. ആ രണ്ട് കരങ്ങളും ഉയർത്തി ഈ ശുശ്രൂഷയിൽ അടുത്ത നിമിഷങ്ങളിൽ നമ്മൾ ഒന്നിച്ച് വലിയ വിടുതലുകളിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക്, പരിശുദ്ധാത്മാവ് നമുക്കായി കരുതിയ ഉയർന്ന അനുഭവങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ രണ്ട് കരങ്ങളും ഉയർത്തിയാട്ട്, രണ്ട് കരങ്ങളും ഉയർത്തിയാട്ട് ഒന്ന് ചേർന്ന് വായികൾ തുറന്ന് യെസ് ലോർഡ്, കർത്താവേ, യേശുവേ, അവിടുന്ന് വലിയവൻ, അവിടുന്ന് വലിയവൻ, അവിടുന്ന് വലിയവൻ, അവിടുന്ന് വലിയവൻ. 60 വർഷമായി രോഗിയായിരിക്കും എങ്കിലും ആ കരങ്ങളെ ചലിപ്പിച്ച് ഉറക്കം വിളിച്ച് പറ, യേശുവേ, അവിടുന്ന് വലിയവൻ. ഇന്നാദ്യമായിട്ടായിരിക്കും ഈ ശുശ്രൂഷയിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് പങ്കെടുക്കുന്നത്. ഉറക്കം വിളിച്ച് പറ, യേശു വലിയവൻ. Yes, you may be the first time joining this morning with us, but declare with your tongue, by believing in your heart, that Jesus, you are the great one. You are the great one. Jesus, you are the great one. കർത്താവേ, അവിടുന്നാണ് വലിയവനായവൻ. യേശുവേ, അവിടുന്നാണ് വലിയവനായവൻ. We thank you, Lord. ആ രണ്ട് കരകളും ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പാസ്റ്റർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഓരോ പ്രിയപ്പെട്ടവരും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഉയർന്ന അനുഭവങ്ങളിലേക്ക് പുതിയ നിറവിനാൽ നമ്മെ നിറയ്ക്കുക. രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് എല്ലാവരും കർത്താവേ, ഈ പ്രഭാതത്തിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങൾ ആരാധന പ്രാർത്ഥനയോട് നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ഉയർന്ന തലത്തിലേക്ക് കർത്താവേ നീ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് ഉയർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആരാധനയിൽ തന്നെ ദൈവത്തിന് വലിയ സാന്നിധ്യം മഹത്വം കർത്താവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആരാധിക്കുന്ന ഓരോരുത്തരുടെ മേലും അത് ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടർന്ന് കർത്താവേ, ഞങ്ങൾ വചനം ശ്രമിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾ സംസാരിക്കണം. ദൈവശക്തിയാൽ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെ നിറച്ച് കർത്താവേ, ഞങ്ങളെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്ന ഉയർന്ന തലത്തിലെത്തുവാൻ തക്കണം അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ 250-ാമത്തെ ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളുമായി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ 10,000ങ്ങളുടെ വിടുതലുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. യേശു ആയിരങ്ങളുടെ കണ്ണുനീർ ഒപ്പിയത്, ആയിരങ്ങൾ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് നമുക്ക് കാണുവാൻ കേൾക്കുവാൻ കഴിയുന്നു. താങ്കളുടെ വിടുതലിൽ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുമ്പോൾ താങ്കളോടൊപ്പം ഞങ്ങളും സന്തോഷിക്കും. ഈ യാത്രയിൽ താങ്കൾ ഞങ്ങളോടൊപ്പം നിന്നു, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു. We walked together in this journey. The day when we began, we never knew where we are heading to, but now we know where we are going. ഇത് ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾക്കത് വളരെ വ്യക്തമാണ് എവിടേക്കാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത്. വളരെ വ്യക്തമായ ഒരു നിയോഗത്തിലും വളരെ വ്യക്തമായ ഒരു ശുശ്രൂഷയിലും വളരെ വ്യക്തമായ ഒരു അനുഗ്രഹത്തിലുമാണ് പ്രൈം കേരള എന്ന് നിൽക്കുന്നത്. ഓ, യു ഡിസേർവ് ദ ഗ്ലോറി. യേശുവേ, എല്ലാ മഹത്വവും അങ്ങേക്ക്. ആ കരങ്ങളൊന്ന് വിടർത്തിക്കൊണ്ട് കർത്താവിനോട് പറ, യേശുവേ എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശുവേ എല്ലാ മഹത്വവും അങ്ങേക്ക്. യെസ്, എല്ലാ മഹത്വവും അങ്ങേക്ക്. ഞാൻ അല്പനിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിലൂടെ കടന്നു വരാൻ പോവുകയാണ്. പക്ഷെ അതിനു മുൻപായി എല്ലാ മഹത്വവും യേശുവേ അങ്ങേക്ക്. സങ്കീർത്തനം 126 1 മുതൽ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. ബുക്ക് ഓഫ് Psalms 126 verses 1 and 2 we are going to read on this day, the 250th day of Praying Kerala family. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. When the Lord brought back the captivity of Zion, we were like those who dream. Then our mouth was filled with laughter and our tongue with singing. Then they said among the nations, the Lord has done great things. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കുമോ? യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഓരോ രോഗികൾ സൗഖ്യമാകുന്നു എന്ന് കേൾക്കുമ്പോൾ, ആത്മഹത്യയിൽ നിന്ന് ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ, തകർച്ചയിൽ നിന്ന് കുടുംബങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ, പ്രൈം കേരള ഈ ശുശ്രൂഷ ഈ മുറിയിൽ നിന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ അവർ അനുഭവിക്കുന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, സ്വസ്ഥത, സമാധാനം, യേശുവിൽ അടിയുറച്ച ജീവിതം, ഇതൊക്കെ കേൾക്കുമ്പോൾ ആ വാക്യം പറയുന്നത് പോലെ ഞാൻ ശരിക്കും സ്വപ്നം കാണുന്നവനെ പോലെ ആയിപ്പോയി. I was just like a dreamer. ഞാൻ സ്വപ്നം കാണുന്നത് പോലെ. I couldn't comprehend everything. എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
My small brain was unable to comprehend everything Almighty God was doing in the lives of multitudes all across the globe. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ Praying Kerala എന്ന ശുശ്രൂഷയിലൂടെ ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങളുടെ ചെവി കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മാനുഷികമായുള്ള അറിവിനും ഉൾക്കൊള്ളാനുമുള്ള ശേഷിക്ക് ഉപരിയായി യേശു ചെയ്യുന്നത് കാണുമ്പോൾ മിക്കപ്പോഴും സ്വപ്നം കാണുന്നവരെ പോലെ ഞങ്ങളായിപ്പോയി. പക്ഷെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആ സ്വപ്നത്തോട് കൂടെ കർത്താവ് നമുക്ക് നൽകിയത് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ വായെ സന്തോഷം കൊണ്ട് നിറച്ച് വായിച്ചട്ട വാക്യം, when the Lord brought back the captivity of Zion, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും എന്ന് ഒന്നാം വാക്യം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തി. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഒരു കുടുംബം യേശുവിന്റെ സ്പർശനം അനുഭവിച്ചത് കേൾക്കുമ്പോൾ, ഓ, ഒരു കുടുംബം തകർച്ചയിൽ നിന്ന് ഉയർച്ച പ്രാപിക്കുന്നത് കേൾക്കുമ്പോൾ, ഒരു ജീവിതം ആത്മഹത്യയിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നത് കേൾക്കുമ്പോൾ, അത്യാസന നിലയിൽ അബോധാവസ്ഥയിൽ കിടന്ന ഒരു രോഗി യേശുവിന്റെ സ്പർശനം ആ ആശുപത്രികളിൽ, ആ വീടുകളിൽ, ആ ആംബുലൻസിൽ അനുഭവിക്കുന്നത് കേൾക്കുമ്പോൾ, വർഷങ്ങളായി നടക്കാതിരുന്ന വിഷയങ്ങളിൽ പരിഹാരം യേശു നൽകുന്നത് ജീവിതങ്ങളിൽ കാണുമ്പോൾ, ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ നാവിന്മേൽ ചിരിയും, നമ്മുടെ നാവിൽ ചിരിയും, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞു. ഓ, രണ്ട് കാര്യങ്ങൾ, ഒന്ന് ചിരി, രണ്ട് ആർപ്പ്. ഒന്ന് ചിരി, രണ്ട് ആർപ്പ്. Come on. Hallelujah. എല്ലാവരും കരങ്ങളെ ഉയർത്തി ചേർന്ന് Hallelujah, 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 Hallelujah. ചേർന്ന് മിസ്റ്റർ ജോർജ് കൊല്ലത്തൂന്ന് അറിയിച്ചത്, +2 പഠിക്കുന്ന അഞ്ജലി ബൈക്ക് ആക്സിഡന്റിലായി എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. ആ സന്ദർഭത്തിൽ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കണ്ണു തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾ എങ്ങനെ പാട്ട് പാടാതിരിക്കുക? ഞങ്ങൾ എങ്ങനെ കർത്താവിന് സ്തോത്രം അറിയിക്കാതിരിക്കുക? ഓ ഹല്ലേലൂയ. അബോധാവസ്ഥയിൽ ICUവിൽ കിടക്കുന്ന ജീവിതങ്ങൾ, കിടന്ന എത്രയോ ജീവിതങ്ങൾ ഹൃദ്രോഗത്താല്, ക്യാൻസറിനാല്, ട്യൂമറിനാല്, സിറോസിസിനാല്, ത്വക്ക് രോഗങ്ങളാല്, ജന്മനായുള്ള രോഗങ്ങളാല്, തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, കണ്ണിന്റെ രോഗങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, മദ്യവും വിഷവുമായി കരങ്ങളിലെടുത്ത് ഒന്നിച്ച് കലർത്തി കുടിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ജീവിതങ്ങൾ, അവർ യേശുവിന്റെ വിടുതൽ അനുഭവിക്കുമ്പോൾ ഈ 250-ാമത്തെ ദിവസം നമുക്ക് ഒന്നിച്ചേ പറയാൻ പറ്റും, ഒന്നിച്ചിതേ പറയുവാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. വാക്യം ഒന്നുകൂടെ വായിച്ചേ. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ വായിൽ ചിരിയും, ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. മാത്രമല്ല ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ, ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. ഒന്നുകൂടെ. ആമേൻ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അടുത്തത്, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പം നിറഞ്ഞു. അടുത്ത ഭാഗം, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇറ്റ്സ് നോട്ട് സാം, ഇറ്റ്സ് നോട്ട് സിന്നു. ഞങ്ങൾ ആരുമല്ല. താങ്കൾ സ്ക്രീനിൽ കാണുന്ന പ്രേയിങ് കേരള കുടുംബത്തിലെ ആരുമല്ല. യേശു വൻ കാര്യങ്ങളെ ചെയ്തിരിക്കും. ഉറക്കെ വിളിച്ചു പറ, യേശു വൻ കാര്യങ്ങളെ ചെയ്യും.
ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞാട്ട് ഈ തലമുറയിലും ഇന്നും യേശുവൻ കാര്യങ്ങളെ ചെയ്യുന്നത്. താങ്കളെ നോക്കിക്കൊണ്ട് താങ്കളുടെ അയൽവക്കത്തുള്ളവർ, താങ്കളുടെ പ്രിയപ്പെട്ടവർ, താങ്കളുടെ സുഹൃത്തുക്കൾ, താങ്കളുടെ ബന്ധുക്കൾ, തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ പോകുക, യേശു അവനിൽ, യേശു അവളിൽ വൻ കാര്യങ്ങൾ ചെയ്യും. താങ്കൾ ചിരിക്കുമെന്ന്, താങ്കളുടെ വായിൽ പുതിയ പാട്ടുകൾ കർത്താവ് നൽകുമെന്ന്. വാക്യം ഒരിക്കൽ കൂടെ വായിച്ചേ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. സിയോന്റെ പ്രവാസികളെ മടക്കി That means വരുത്തിയപ്പോൾ. ഒരു സമയം അടിമത്തത്തിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു എങ്കിൽ അവിടുന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു യേശുവുണ്ട്. ആമേൻ. പ്രേയിങ് കേരളയിൽ താങ്കളോട് ഈ സന്ദേശം അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. താങ്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ, കരച്ചിൽ തരാനല്ല, പകരം സന്തോഷം കൊണ്ട്. ആ വാക്യം വ്യക്തമായി വായിക്കണം. ചിലർക്ക് സംശയമുണ്ട് യേശു എന്താ ചെയ്യുന്നെന്നുള്ള കാര്യത്തിൽ, ചിലർക്ക് സംശയമുണ്ട്. ആ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ, പ്രേയിങ് കേരളയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ ജീവിതത്തിൽ വെറും സ്വപ്നങ്ങൾ, വെള്ളത്തിൽ വരച്ച വരകൾ, പറഞ്ഞ വാഗ്ദത്തങ്ങൾ ആരും നിറവേറ്റാനില്ലാതെ എടുത്തു വെക്കുന്ന കാലുകൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് അടുത്തത് താന്നു പോകുന്ന സ്ഥിതിവിശേഷത്തിൽ എങ്ങനെ എന്ത് എന്ന് ഓർത്ത് വിലപിക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ഉറപ്പായി സ്വന്തം അനുഭവത്തോടെ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, It might look like a dream for you today. എല്ലാം താങ്കൾക്കൊരു സ്വപ്നം പോലെ എന്ന് കാണാം. എങ്കിലും അത്ഭുതങ്ങളുടെ യേശു ഉള്ളത് കൊണ്ട്, മടക്കി കൊണ്ടുവരുവാൻ യേശു ഉള്ളത് കൊണ്ട്. കമാ, എന്നോട് ചേർന്ന് വലതുകരം ഉയർത്തിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറ, മടക്കി കൊണ്ടുവരുവാൻ യേശു ഉള്ളത് കൊണ്ട്. കാരണം ഇറ്റ് ഈസ് റിട്ടൺ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു. പാസ്റ്റർ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുക. ബൈബിളുള്ളവരൊക്കെ എടുത്താട്ട് സങ്കീർത്തനം 126:1. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അതിനർത്ഥം അടിമത്തത്തിൽ പോയ ചിലതിനെ, അല്ലെ പോയതിനെ, അത് മദ്യത്തിന്റെ ആകാം, മയക്കുമരുന്നിന്റെ ആകാം, കുടുംബ തകർച്ചയുടെ ആകാം, സാമ്പത്തിക തകർച്ചയുടെ ആകാം. നീ അടിമത്തത്തിൽ കിടന്നു ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരുന്ന ഏതു ശക്തിയാണെങ്കിലും, എത്ര നൂറ്റാണ്ടുകൾ പഴകിയതാണെങ്കിലും, അതിൽ നിന്ന് വലിച്ചു കൊണ്ടുവരുവാൻ, മടക്കിക്കൊണ്ടുവരുവാൻ ഞാൻ ഉറപ്പായി വിളിച്ചു പറയട്ടെ, മടക്കിക്കൊണ്ടുവരുവാൻ. Oh, hallelujah. Jesus, beloved, Jesus wants to do the same for you today. And today is the day of restoration in your life, in your family, in your children's life. Yes, everywhere you are, God wants to do a work of restoration in you. അടിമകളെ കർത്താവ് വിടുവിക്കുന്നു. അടിമകളെ കർത്താവ് മടക്കിക്കൊണ്ടുവരുന്നു. മടക്കിക്കൊണ്ടുവരുമ്പോൾ കരച്ചിലല്ല, വേദനയല്ല, വിലാപമല്ല, നാവിൽ പുതിയ പാട്ട്, നാവിൽ പുതിയ പാട്ട്. നീ ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിനെ ആരാധിക്കുന്ന ദിവസങ്ങളായത്. പുതിയ പാട്ടുകൾ കൊണ്ട്, ദൈവത്തിന്റെ കൃപ കൊണ്ട്, ദൈവശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ മാത്രമല്ല, നീ സന്തോഷിക്കുക മാത്രമല്ല, not only you will rejoice by declaring what God has bestowed on your life. താങ്കളുടെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ചത് ഓർത്ത് അത് വിളിച്ചു പറഞ്ഞ് സന്തോഷിക്കുക മാത്രമല്ല, others are going to praise Jesus by seeing you. മറ്റുള്ളവരും കൂടെ യേശുവിനെ മഹിമപ്പെടുത്താൻ പോകുക താങ്കളുടെ ജീവിതം കണ്ടുകൊണ്ട്. ചോദ്യം പാസ്റ്ററെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് നിരാശപ്പെട്ടിരിക്കണോ? ഞാൻ വെറും സ്വപ്നം കാണുകയല്ല. There is somebody who can bring into pass my dreams. എൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഉണ്ട്. നിന്റെ ദർശനത്തെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരുവൻ ജീവിക്കും. സ്വപ്നങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്നവൻ ജീവിക്കും. താങ്കൾ അതിനനുകൂലമായ ഒരു സാഹചര്യത്തിലായിരിക്കത്തില്ല, പക്ഷെ നിറവേറ്റുന്ന കർത്താവുണ്ട്. പാസ്റ്റർസിനു കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ കുറേ മണിക്കൂറുകൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, പ്രേയിങ് കേരള ശുശ്രൂഷ ഈ കർത്താവ് അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അതെന്താണ്?
എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. Book of Ezekiel chapter 22 verse 30. So I sought for a man among them who would make a wall and stand in the gap before me on behalf of the land. ദേശത്തെ ദൈവം നശിപ്പിക്കാതിരിക്കേണ്ടത്. എല്ലായിടത്ത് പോയാലും എല്ലാവരും പറയുന്ന അഴിമതിയാണ്. പക്ഷെ അതെങ്ങനെ മാറും? കൈക്കൂലി വാങ്ങിച്ച 4 പേരെ ജയിലിലിട്ടത് കൊണ്ട് അഴിമതി മാറുന്നില്ല. ജയിലുകൾ നിറയുന്നത് മാത്രമേ ഉള്ളൂ. തെറ്റുകൾ ചെയ്യുന്നവനെ ശിക്ഷിച്ച് 12 വർഷത്തിന് പകരം 100 വർഷം ശിക്ഷിച്ചിട്ടാലും ജയിലുകളുടെ എണ്ണം കൂടുന്നതേ ഉള്ളൂ. സമൂഹത്തിന്റെ അനുഭവത്തിന് മാറ്റം വരുന്നില്ല. കുടുംബ പ്രശ്നങ്ങളെ ഓർത്ത് ഭർത്താവ് അവന്റെ കുറ്റമാണെന്ന് പറയുന്നത് കൊണ്ടല്ലേ, അവളുടെ കുറ്റം കൊണ്ട് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നതുകൊണ്ട് പ്രശ്നം മാറുന്നില്ല. ഹല്ലേലൂയ. പ്രശ്നത്തെ നമ്മൾ ശരിക്കും പൊതിയുന്നത് പോലെയുള്ളൂ, പൊതിയുകയാണ് ചെയ്യുന്നത്. പ്രശ്നം മാറുന്നില്ല. മദ്യം, മയക്കുമരുന്നുകളാൽ കുടുംബങ്ങൾ തകരുമ്പോൾ അവളെ കെട്ടിയത് മുതൽ തുടങ്ങിയത് അവന്റെ കഷ്ടകാലം അല്ലെങ്കിൽ അവളുടെ കഷ്ടകാലമെന്ന് ആരെയൊക്കെ ശപിച്ചാല് ആ റിപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ആ സമരം ഉണ്ടാകത്തില്ല. ആ ഭരണാധികാരി തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. തെറ്റുകളെ ആവർത്തിച്ച് ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പ്രശ്നം പരിഹരിക്കത്തില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, what is the way or how can I bring a solution? Or Lord, tell us and teach us what is the solution. കർത്താവേ, എങ്ങനെ ഒരു പരിഹാരം? പരിശുദ്ധാത്മാവ് he spoke to me explicitly, very clearly. വളരെ വ്യക്തമായി പ്രേയിങ് കേരളയ്ക്ക് കർത്താവ് ഒരു നിയോഗം നൽകി. പാസ്റ്റർ സിനു ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാൻ പോകുകയാണ്. എസെക്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. കർത്താവ് എന്നും ചിലതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ആത്മാവ് എന്നോട് ചോദിച്ചു, can praying Kerala family become somebody who will stand in the gap between God and man? മനുഷ്യനും ദൈവത്തിനും ഇടയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ചോദിച്ച ചോദ്യം, പ്രേയിങ് കേരള കുടുംബത്തിന് ഇടിവിൽ നിൽക്കുന്നവരായി മാറാൻ കഴിയുമോ? All I could was I began to shed tears and said, Jesus, here I am and my family. നിറകണ്ണുകളോട് ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാനിതാ അവിടുന്ന് ഏൽപ്പിച്ച പ്രേയിങ് കേരള കുടുംബവും ആ 2 കരങ്ങൾ ഉയർത്തി കർത്താവോട് പറ, ഞാൻ മനുഷ്യന്റെ പാപത്തെ കുറിച്ച് ഇനി വിളിച്ചു പറയുകയല്ല, അഴിമതിക്കാരെ കുറിച്ച് വാർത്ത ഉണ്ടാക്കുകയല്ല, പകരം അതിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രേയിങ് കേരള കുടുംബം ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ ഇടിവിൽ നിൽക്കും. കർത്താവ് പറയുന്നത്, ഐ ആം സീക്കിംഗ് ഫോർ എ മാൻ ഓർ ഫോർ എ വുമൻ. ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു, ഞാനൊരു സ്ത്രീ അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു? പണമുള്ളവനെ അല്ല ദൈവം അന്വേഷിക്കുന്നു, പ്രതാപമുള്ളവനെ അല്ല ദൈവം അന്വേഷിക്കുന്നു, വിദ്യാഭ്യാസമുള്ളവനെ അല്ല ദൈവം അന്വേഷിക്കുന്നത്. But somebody God is seeking this morning. ചിലരെ ദൈവം അന്വേഷിക്കുന്നു. ഞാൻ ഉറപ്പായി വിളിച്ചു പറയട്ടെ, പ്രേയിങ് കേരള കുടുംബമേ, താങ്കളെ ദൈവം അന്വേഷിക്കുന്നു, താങ്കളെ അന്വേഷിക്കുന്നു. താങ്കളിൽ ഇഷ്ടമുള്ള ഒരു കർത്താവ്, താങ്കളിൽ പ്രസാദിക്കുന്ന ഒരു കർത്താവ്. God who is interested in you. Jesus. കർത്താവേ, ഇടിവിൽ നിൽക്കേണ്ടതിന് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാൻ പോകുകയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ആത്മഹത്യകളുടെ എണ്ണം പെരുകുന്നതിനെ നിർത്തേണ്ടതിന്, മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാറേണ്ടതിന്, കുടുംബ തകർച്ചകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മാറേണ്ടതിന്,
അനർത്ഥങ്ങൾ, അപകടങ്ങൾ, സമയത്തിന് മുമ്പുള്ള മരണങ്ങൾ, രോഗങ്ങൾ, അത് മാറേണ്ടതിന്, ക്യാൻസർ രോഗങ്ങൾ ജീവിതങ്ങളെ മുഴുവൻ ഭയത്തിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് മാറേണ്ടതിന്, അഴിമതികൾ മാറേണ്ടതിന്, ഭരണകർത്താക്കൾ കാര്യക്ഷമത ഉള്ളവരാകേണ്ടതിന്, ദേശം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, രാജ്യം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ഭക്ഷണം ഇവിടെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, കുടിവെള്ളം ഇവിടെ സുരക്ഷിതമുള്ളതായി മാറേണ്ടതിന്, നമ്മുടെ തലമുറ സുരക്ഷിതത്വത്തോടെ, ആരോഗ്യത്തോടെ, പുഷ്ടിയോടെ ദൈവം അവരെ കുറിച്ചുള്ള ആലോചനകൾ നിറവേറ്റുന്നവരായി വളരേണ്ടതിന്, അതില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞു. ഇന്ന് താങ്കളെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു, എന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു, നമ്മളെ ഒന്നിച്ച് കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഇടിവിൽ നിൽക്കുവാൻ ആ രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറ, ഞാനിതാ കർത്താവേ, ഞാനിതാ കർത്താവേ. ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിൽക്കേണ്ടതിന്, മധ്യ ഇടിവിൽ നിൽക്കേണ്ടതിന്, ആ ഗ്യാപ്പിൽ നിൽക്കേണ്ടതിന്. ഹല്ലേലൂയ. ലെസ്റ്റ് ഗോഡ് ഷുഡ് destroy none. ആരെയും കർത്താവ് നശിപ്പിക്കാതിരിക്കേണ്ടത്, മദ്യപാനത്തിൽ നശിക്കാതിരിക്കേണ്ടതിന്, ആ തകരുന്ന കുടുംബം ആ തകർച്ചകൾ നശിക്കാതിരിക്കേണ്ടതിന്, ജീവിത ക്ലേശങ്ങളുടെ നടുവിൽ ആത്മഹത്യയിൽ ആ കുടുംബം അവസാനിക്കാതിരിക്കേണ്ടതിന്, ആ ജീവിതം അവസാനിക്കാതിരിക്കേണ്ടതിന്, ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ആ യുവതി, ആ യുവാവ്, അവർ ജീവിതം നഷ്ടമായി തീരാതെ ഇരിക്കേണ്ടതിന്. ആന്റി, അങ്കിളെ, അമ്മച്ചി, അപ്പച്ച, സഹോദര, സഹോദരി, യുവാവേ, യുവതിയെ, അച്ഛ, പാസ്റ്ററെ, സഹോദരങ്ങളെ, ദൈവജനമേ, കർത്താവ് നമ്മെ കാണുന്നത് ഒരു ഉയർന്ന നിലവാരത്തിൽ. ദൈവത്തിന് മനുഷ്യർക്ക് ഇടയിൽ ഇടിവിൽ നിൽക്കേണ്ടതിന്, ദേശത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി, സമശിഷ്ടങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം നമ്മെ കുറിച്ച് ഈ സമയത്ത് ആഗ്രഹിക്കുമ്പോൾ കരങ്ങൾ ഉയർത്തി നമുക്ക് ഒന്നിച്ചു പറയാം, കർത്താവേ, ഞാനിതാ കർത്താവേ. ഞങ്ങൾ അല്പനിമിഷങ്ങൾക്കുള്ളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇടിവിൽ നിൽക്കേണ്ടതിനുള്ള ഒരു അഭിഷേകം കർത്താവ് താങ്കളെ നൽകാൻ പോവുകയാണ്. മിനിസ്ട്രി ഓഫ് ഇന്റർസെഷൻ, മധ്യസ്ഥതയുടെ ആത്മാവിനാൽ കർത്താവ് താങ്കളെ നിറയ്ക്കാൻ പോവുകയാണ്. സ്പിരിറ്റ് ഓഫ് വാച്ച്മാൻ ഈസ് ഗോയിങ് ടു കം ഓവർ. കാവൽക്കാരന്റെ ആത്മാവിനാൽ ദൈവം താങ്കളെ നിറയ്ക്കാൻ പോവുകയാണ്. ഈ 250ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് 10,000-ങ്ങളെ കാവൽക്കാരുടെ ആത്മാവിനാൽ നിറയ്ക്കാൻ പോവുകയാണ്. കാവൽക്കാരുടെ ആത്മാവിനാൽ നിറയ്ക്കാൻ പോവുകയാണ്. കേരള കുടുംബാംഗങ്ങളെ കർത്താവ് അടുത്തൊരു തലത്തിലേക്ക് ഉയർത്തുന്നു. യെസ്, പരിശുദ്ധാത്മാവ് താങ്കളെ കുറിച്ച് അത് ഇഷ്ടപ്പെടുന്നു, താങ്കളെ ആഗ്രഹിക്കുന്നു. ഞാൻ സന്തോഷ വാർത്ത താങ്കളെ അറിയിക്കട്ടെ. താങ്കൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കഴിവിനെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. And I tell you, the promises of God for your life and over your life is much, much nearer than what you think about it. നാം ചിന്തിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മിൽ നിറവേറാനുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മുടെ അരികിൽ. ഈ പകൽ സടകുടഞ്ഞെഴുന്നേറ്റ് കേരളമേ, ഇന്ത്യയെ, ലോകരാജ്യങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, യേശുവിന്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ. പേര് പറയണ്ട. ഇന്നലെ ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ധാരാളം ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ ശുശ്രൂഷകളെ കുറിച്ച് നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ആ വ്യക്തി പറയുന്നു. പക്ഷെ പ്രൈം കേരളയിൽ തകരുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കും. 5 സെന്റ് സ്ഥലം പ്രൈം കേരളയ്ക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കും. എന്താ കാരണം? എനിക്ക് ഈ വസ്തു വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ അവരുടെ പങ്കാളിത്തം. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തേത് നാളത്തേതും ചിലവുകൾ അവർ വഹിക്കും. മകൻ UK-യിൽ വീട് വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പ്രൈം കേരളയിൽ അറിയിച്ചിരുന്നു. മിസ് സൂസൻ കളത്തിപ്പടിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്, മകൻ വീട് വാങ്ങി
ഇന്ന് താക്കോൽ ലഭിക്കും. അമ്മയ്ക്ക് കർത്താവ് ചെയ്യുന്ന കാര്യം മുമ്പേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, +2 പഠിക്കുന്ന അഞ്ജലി ബൈക്ക് ആക്സിഡന്റിൽ ലേക്ക് ഷോറിൽ ICUവിലായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ കണ്ണു തുറന്നു. എപ്പോൾ പ്രാർത്ഥിച്ചോ അപ്പോൾ തന്നെ ആ 2 കരങ്ങളും ഉയർത്തി. ഈ 250-ാമത്തെ ദിവസം യേശുവേ, ഇടിവിൽ നിൽക്കുവാനുള്ള ആത്മാവിനാൽ എന്നെ നിറച്ചാട്ട്. ഇടിവിൽ നിൽക്കുവാനുള്ള ആത്മാവിനാൽ എന്നെ നിറച്ചാട്ട്. കർത്താവ് താങ്കളുടെ പ്രാർത്ഥന ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. Whoever you are, താങ്കൾ ആരായെന്നെങ്കിലും ഈ പകൽ wherever you are, the Lord wants to make use of prayer, your prayer ability or ability of prayer. താങ്കൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കഴിവിനെ ദൈവം ഉപയോഗിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ആത്മഹത്യകൾ മാറേണ്ടതിന്, ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, രാജ്യം അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, അതിനുവേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം താങ്കളെ വിളിക്കുന്നു. Jesus is calling you today. Jesus is calling you today. യേശു താങ്കളെ വിളിക്കുന്നു. യേശു താങ്കളെ വിളിക്കുന്നു. കഴിയുമെങ്കിൽ ആ വീട്ടിനകത്ത് എഴുന്നേറ്റ്, ആ ആശുപത്രിയിൽ എഴുന്നേറ്റ്, കയ്യിൽ കിടക്കുന്ന നീഡിലുകളൊക്കെ അവിടെ തന്നെ ഇറുകട്ടെ. അത് അനക്കാതെ, അല്ലെങ്കിൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് എഴുന്നേറ്റ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ പൂർണ്ണമായിട്ട് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിലും വേണ്ട, ഒന്ന് നിവർത്തിക്കൊണ്ട് യേശുവേ, യേശുവേ എന്നെ ഉപയോഗിക്കണമേ. പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം. ഈ സ്റ്റുഡിയോയിലും എല്ലായിടത്തും എല്ലാവരും 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച്. ആക്സിഡന്റ് ഐമനത്തുനിന്ന് നന്ദു കൃഷ്ണൻ ഐമനത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, കോട്ടയം ഐമനത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത് ആക്സിഡന്റായി സീരിയസ് ആയി വെന്റിലേറ്ററിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം. ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ കയ്യേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആരോട് പറയാനാ? സ്വന്തം അനുഭവിച്ചുകൊണ്ട് പോകാനല്ലാതെ എല്ലാവരും വിധിക്കപ്പെട്ടപ്പോൾ. എന്നാൽ താങ്കൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു അനുഗ്രഹമാണ് പ്രേയിങ് കേരള. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു അനുഗ്രഹമാണ് പ്രേയിങ് കേരള. പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടം ജന നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയി 2 കരങ്ങളും ഉയർത്തിക്കും. കർത്താവേ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തിരിച്ചു കൊണ്ടുവരുന്ന കർത്താവേ, റിസ്റ്റോർ ചെയ്യുന്ന കർത്താവേ, സിയോനെ റിസ്റ്റോർ ചെയ്തതുപോലെ ഞങ്ങളുടെ അവരുടെ നാവിന്റെ മേല് പുതിയ പാട്ട് നൽകിയതുപോലെ, സന്തോഷം നൽകിയതുപോലെ, ആ ജനത്തെ അവിടുന്ന് സൈന്യമായി എഴുന്നേൽപ്പിച്ചതുപോലെ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടിവിൽ നിൽക്കുവാനുള്ള ഭാരത്താൽ പ്രാർത്ഥനയാണ്, ആത്മാവിനാൽ കർത്താവേ, കാവൽക്കാരുടെ അഭിഷേകത്താൽ ഈ പകൽ എല്ലാവരെയും നിറയ്ക്കണമേ. ഫാദർ, ഇൻ ജീസസ് നെയിം I pray and release the spirit of watchman anointing over their lives in Jesus name. കാവൽക്കാരുടെ അഭിഷേകത്താൽ കർത്താവേ, ഓരോരുത്തരെയും ഒന്ന് നിറച്ചാട്ട്. പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ വെറുതെ ഞങ്ങൾ ഈ പ്രോഗ്രാം പോകുന്നവരല്ല കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. Lord, raise us up, Lord, to that level where we'll stand in the gap between God and man, lest none should perish. ആരും ഇനി നശിക്കാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുന്നവരാക്കി, ദൈവത്തിന് മനുഷ്യർക്കും മധ്യേ ജനത്തിന് വേണ്ടി കരയുന്നവരാക്കി, ഇടിവിൽ നിൽക്കുന്നവരാക്കി ഞങ്ങളെ നിർത്തണമേ കർത്താവേ. ഞങ്ങളെ നിർത്തണമേ, ഞങ്ങളെ നിർത്തണമേ. ആ കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചാൽ, കഴിഞ്ഞ രാത്രിയിൽ അനേക മിനിറ്റുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു, സ്ക്രീനിൽ കരങ്ങൾ തൊട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു പ്രവാഹം. വേഗം ആ സ്ക്രീനിലേക്ക് കരങ്ങൾ തൊട്ട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, യെസ്, ആ ഭവനത്തിലുള്ളവർ കഴിയുമെങ്കിൽ കരങ്ങൾ കോർത്തു പിടിച്ചു. യെസ്, ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം ഇപ്പോൾ തന്നെ ഓരോരുത്തരിലും വ്യാപരിക്കട്ടെ.
ഇടിവിൽ നിൽക്കുവാനുള്ള ഒരു ദൈവകൃപ, ദൈവാത്മാവിൻ്റെ അത്യന്ത സാന്നിധ്യം ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും ഇറങ്ങട്ടെ. യേശുവിൻ്റെ ആത്മാവിനാൽ ഓരോരുത്തരും നിറയപ്പെടട്ടെ. ദൈവിക ജ്ഞാനത്താൽ, ദൈവിക ശക്തിയാൽ എല്ലാവരും നിറയപ്പെടട്ടെ ഇപ്പോൾ തന്നെ. കർത്താവേ, ദേശത്തിന്റെ വിടുതലിനായി കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന്റെ പാപത്തെ കണക്കിടല്ലേ, ഞങ്ങളുടെ ഭരണകർത്താക്കളുടെ തെറ്റുകളെ കണക്കിടല്ലേ, ജനത്തിന്റെ പാപങ്ങളെ കണക്കിടരുത്. യേശുവേ, 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ അവിടുന്ന് രക്ഷിക്കണമേ, വിടുവിക്കണമേ, ഉദ്ധരിക്കണമേ. കുടുംബങ്ങൾ നശിക്കേണ്ട കർത്താവേ, ആ ജീവിതങ്ങൾ ആത്മഹത്യയിൽ അവസാനിക്കേണ്ട കർത്താവേ, രോഗങ്ങളിൽ ജീവിതങ്ങൾ നശിക്കേണ്ട, സമയത്തിന് മുമ്പ് ജീവിതങ്ങൾ റോഡുകളിൽ നശിക്കേണ്ട കർത്താവേ. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളർന്നു വരട്ടെ, ഉയർന്ന ഭാവിയുള്ളവരായി തീരട്ടെ, കുടുംബങ്ങൾ ഉയർന്നു വരട്ടെ, നാശനഷ്ടങ്ങൾ മാറട്ടെ, കെടുതികൾ മാറട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദേശത്തോട് കരുണ തോന്നണമേ. Have mercy on our nation, Lord. And have mercy on our people, Lord. ഞങ്ങളുടെ ജനത്തിന്റെ മേലെ, ഞങ്ങളുടെ ജനത്തോട് കരുണ തോന്നണമേ. We ask for your mercy, Lord. അങ്ങയുടെ കരുണ ഞങ്ങൾ ചോദിക്കുന്നു. ചോദിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവീണെന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. Seek and you will find. Knock and the door shall be opened for you. And ask it shall be given to you. ചോദിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ താങ്കളുടെ പ്രാർത്ഥന വിവരങ്ങൾ അറിയിക്കണം. ലോകത്തിന് നൂറുകണക്കിന് രാജ്യങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. ഈ 1000-കണക്കിന് ദൈവമക്കൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു താങ്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന് താങ്കൾക്ക് വേണ്ടി ഉയർന്ന കരുതലുണ്ട്. 126 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിച്ചതുപോലെ ഇത് താങ്കളുടെ എഴുന്നേറ്റത്തിന്റെ നാളുകൾ, ദൈവത്താൽ മടക്കി കൊണ്ടുവരപ്പെടുന്ന നാളുകൾ, കണ്ണുനീരുകൾ തുടയ്ക്കപ്പെടുന്ന ദിവസങ്ങൾ. 2 കരങ്ങളും ഉയർത്തി ഉറക്കെ. പരിപാടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് നേവിയിൽ, ബോൺമാരോ ക്യാൻസർ ആണ്, കുറവില്ലെങ്കിൽ ബോൺമാരോ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. മകൾ ബിടെക്കിന് സെക്കൻഡ് ഇയർ എക്സാം ആണ്. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ബോൺമാരോ ക്യാൻസർ പൂർണ്ണമായിട്ട് മാറട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ആ മോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയിൽ ഉന്നത വിജയം നേടട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അങ്കമാലിൽ നിന്ന് കണ്ണൻ വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ജോലിയുടെ തടസ്സങ്ങൾ ഇവ മാറേണ്ടതിനായി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ കണ്ണനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ജീവിതം നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകുമാറാകട്ടെ. കർത്താവെ യേശുവിന്റെ നാമത്തിൽ പുതിയൊരു ജോലി ആ മകന് ലഭിക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളെയും നീ മാറ്റുന്നു. ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ഉഷ തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് 3 മാസമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കിട്ടുന്നില്ല. രണ്ടാമത്തെ മകൾക്ക് ജോലി വേണം, കുടുംബ സമാധാനം ഉണ്ടാകണം. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഏത് വിഷയത്താൽ ആ സഹോദരന് ശമ്പളം ലഭിക്കുന്നില്ലോ ആ ഉദ്യോഗസ്ഥന്മാരോട് അവിടുന്ന് ഇടപെടണം കർത്താവേ. എത്രയും പെട്ടെന്ന് ആ ശമ്പളം ലഭിക്കുവാൻ അവിടുന്ന് കൃപയുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലി ലഭിക്കട്ടെ. എന്റെ കർത്താവ് കുടുംബത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇസബെല്ല വിളിച്ചിരിക്കുന്നു. ശരീരത്തിന്റെ പൊടി തട്ടിയാൽ ചൊറിഞ്ഞു തടിക്കും, അലർജി മാറേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇസബെല്ലയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ആ ശരീരത്തിനുള്ള പ്രതിരോധ ശേഷിയെ നീ നൽകുമാറണം. എല്ലാ അലർജികളും ആ ശരീരത്തിൽ വിട്ടുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മാർട്ടിൻ വെള്ളാതെ വിളിക്കുന്നു. വീട് പണി പൂർത്തീകരിക്കണം, കാൽമുട്ടിന് വേദനയുണ്ട്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിന്റെ പണി പൂർത്തിയാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരന്റെ കാലിന്റെ മുട്ടിന്റെ വേദന പൂർണ്ണമായിട്ടും മാറട്ടെ. കർത്താവായ യേശു അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വെള്ളനാട് നിന്ന് മാത്യു വിളിച്ചിരിക്കുന്നു. കാലിന് വേദനയുണ്ട്, വീടിന്റെ പണി പൂർത്തീകരിക്കണതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മാത്യുവിന്റെ കുടുംബത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ കാലിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുമാറാകട്ടെ. കർത്താവ് വീടിന്റെ പണികൾ എത്രയും വേഗം പൂർത്തീകരിക്കുവാൻ കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനാകാലത്ത് ഇന്ന് പ്രഭാതി ദൈവം നമ്മളോട് സംസാരിച്ച് ദേശത്തിനെ കാവൽക്കാരാക്കി ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒന്നിച്ച് ഓൾറെഡി വന്നിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം.
ജീവിതങ്ങളെ വിടുതൽ കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അന്ന് നമ്മുടെ വായിൽ ആർപ്പുന്നു, നമ്മുടെ വായിൽ ചിരിയും ഉണ്ടാകുവാൻ തക്കാണ് ദൈവത്തിന് മഹത്വമുള്ള പ്രവൃത്തി വെളിപ്പെടേണ്ടത്. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ നീട്ടി ഈ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഇന്ന് ഞങ്ങൾ ഈ ഓൾട്ടറിലിരിക്കുന്ന ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇതിവിടെ പറയപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി, കർത്താവേ, അവർ കടന്നു പോകുന്ന ആ സാഹചര്യത്തെ, അവരുടെ ബിസിനസ് മേഖലകളെ, കർത്താവേ, പഠന മേഖലകളെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ മഹത്വം കർത്താവ് അതിനകത്ത് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവപ്രവൃത്തിയോടെ വെളിപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ കടന്നു പോകുന്ന ഏത് സാഹചര്യമാണെങ്കിലും കർത്താവിൽ നീ അവരെ ഉദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തിൽ നിന്ന് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പീഡയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മദ്യപാനികൾ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ആ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കർത്താവേ, വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിക്കുന്നു ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകൃപയാൽ ഓരോരുത്തരെയും നിറയ്ക്കുമാറാകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മോളി വർക്കലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞ് 2 ദിവസമായി ആഹാരം കഴിക്കുന്നില്ല. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ശരീരത്തിനോട് അലട്ടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകട്ടെ. പൂർണ്ണമായി ആരോഗ്യവതിയായിരിക്കാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. മറിയാമ്മ കൊട്ടാരക്കൻ വിളിച്ചിരിക്കുന്നു. മകൾക്ക് ജോലി വേണം, 2ാമത്തെ മകളുടെ വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കുവാൻ യേശുവിന്റെ നാമത്തിലിടയാകട്ടെ. 2ാമത്തെ മകളുടെ വിവാഹം നടക്കുവാൻ യേശുവിന്റെ നാമത്തിലിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം നിന്റെ മകൾക്ക് ഉണ്ടാകട്ടെ. കർത്താവേ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദീപ്തി എറണാകുളത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ജാമ്യം ലഭിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങളെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്ത് ദൈവത്തിന്റെ മഹത്വം തന്റെ മകനിൽ വെളിപ്പെടുവാനിടയാകട്ടെ. എല്ലാ ദുർഘടങ്ങളെയും തരണം ചെയ്യുവാനുള്ള പുതിയ പ്രാപ്തിയും ആരോഗ്യവും ഞങ്ങൾ വീണ്ടും കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു അങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആമേൻ. മത്സമ വനാർച്ചനെന്ന് വിളിച്ചിരിക്കുന്നു. മകന് ഗൾഫിൽ നല്ലൊരു ജോലി ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കടഭാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ജോലി നിന്റെ മകന് ഗൾഫിൽ ലഭിക്കുവാൻ ഇടയാകട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കടഭാരം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. എന്റെ കർത്താവിനെ ചേരിക്കൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. രമ നെടുമങ്ങാട് എന്ന് വിളിച്ചിരിക്കുന്നു. തൈറോയിഡ് ഉണ്ട്. മകളുടെ വിവാഹം നടക്കണം, നല്ലൊരു ജോലി ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ വിഷയത്തെ എന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ മകൾക്ക് ആ തൈറോയിഡുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ സർവ്വതും മാറിപ്പോകട്ടെ. ശരീരം ബലപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൈതലിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവകരം തന്റെ മകളുടെ മീതെ വെക്കുവാനിടയാകട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ആയിരുന്ന തുണയെ നൽകിക്കൊടുത്തോണ്ട് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ജോർജ് തിരുവല്ല എന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകൾക്ക് യൂട്രസ് സർജറി, 5 വർഷമായി മക്കളില്ല. ഇളയ മകന് ടെലിഫോണിക് ഇന്റർവ്യൂ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മോൾക്ക് യൂട്രസ് ഓപ്പറേഷന് കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കർത്താവിന്റെ മകൾക്ക് തലമുറ ലഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. കർത്താവെ, ആ ഇന്റർവ്യൂവിൽ നിന്റെ മൻ പാസ്സാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. എന്റെ കർത്താവ് പ്രാർത്ഥന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ആ കോള് വരും. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചത് മൂലം മകൾ ലീനയുടെ ഫിറ്റ്സ് വരുന്ന ആ രോഗം പൂർണ്ണമായി യേശു സൗഖ്യമാക്കി. പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഡൽഹി നെയ്യാറ്റിൻകരയിൽ നിന്നാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്ന കുഞ്ഞമ്മ. എറണാകുളത്ത് നിന്ന് അറിയിക്കുന്ന മകൾ സീന ആൻഡ് റിനോഷ് 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ഇപ്പോൾ മകൾ പ്രഗ്നൻ്റ് ആണ്. ആ കുടുംബം അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാ. എൻ്റെ കണ്ണിന് സുഖമില്ലായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇപ്പോൾ വലിയ വ്യത്യാസം പാസ്റ്റർ ജോയ് വയനാടിൽ നിന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ട്. കർത്താവ് എത്ര. ഹലോ 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 പറഞ്ഞാട്ട്. ബ്രദറെ, ഇത് ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്. ഹലോ ഹലോ, ഇത് ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്. ബ്രദറെ, ഇത് എൻ്റെ ഒരു ഭാര്യയുടെ സഹോദരന് വേണ്ടിയാണ് വിളിക്കുന്നത്. പുള്ളിക്കാരൻ്റെ കിഡ്നി 2 ഫെയിലായി. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി 2 ഫെയിലായി. പറഞ്ഞോളൂ. ഇന്ന് മെഡിക്കൽ ട്രസ്റ്റിലെ ചെക്കപ്പിന് പോവുകയാണ്. അദ്ദേഹത്തിന്റെ പേരെന്താ? ബോസ്കോ എന്നാണ് പേര്. മോസ്കോ ബോസ്കോ ബോസ്കോ. ഓക്കെ, ബോസ്കോ എന്നാണ് പേര്.
ആ വിളിക്കുന്ന ആളുടെ പേരൂടെ പറഞ്ഞു. പുള്ളിക്കാരന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. പുള്ളിക്കാരന്റെ 2 കിഡ്നി ഫെയിൽ ആയതാണ്. ആ ഓക്കെ, വിളിക്കുന്ന ആളുടെ പേരൂടെ ഒന്ന് പറഞ്ഞാട്ട്. ഹലോ, ഓക്കെ. മിസ്റ്റർ ജേക്കബ് എന്ന് പറയുന്ന ആളാണ് ടെലഫോണിൽ നമുക്ക് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഹസ്ബൻഡ് ബോസ്കോ 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ഇന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെക്കപ്പിനായിട്ട്. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. അതോടൊപ്പം കിഡ്നി സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഏത് ജീവിതമുണ്ടെങ്കിലും അവർക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. ഹല്ലേലൂയ. മറ്റ് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ഞാൻ ഒരു നിമിഷം കഴിയുമ്പോൾ തിരികെ വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്നവരുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ പ്രിയ ബോസ്കോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 2 കിഡ്നികൾ പരാജയപ്പെട്ട സ്ഥാനത്ത് കർത്താവെ, മനുഷ്യൻ കൈമലർത്താ തങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ജീവിതത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അത് സൗഖ്യമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ ഈ ജീവിതങ്ങളിൽ നിന്ന് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവർ സമ്പൂർണ്ണമായി സൗഖ്യം അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ശ്രീകാര്യത്തിന് വിളിച്ചിരിക്കുന്നു. 2 വർഷമായിട്ട് ഷുഗർ, TB, ദേഹവേദന, കാൽമുട്ടിന് വേദന. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് കർത്താവെ വചനമായിട്ടൊരു പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടൂരിൽ നിന്ന് ലാലി വിളിച്ചിരിക്കുന്നു. കടഭാരം മാറണം, ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം, ഭർത്താവിന് മാനസാന്തരം ഉണ്ടാവണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ലാലിയാനിക്കും കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ കുടുംബത്തിന്മേൽ ദൈവിക വ്യത്യാസത്തെ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നു. കർത്താവ് അവരുടെ കടഭാരങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം നീ കർത്താവെ നിർവഹിക്കുവാൻ തക്കവണ്ണം വഴികൾ ഒരുക്കി കൊടുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹസ്ബൻഡിനെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവിക വ്യത്യസ്തയിലായിരിക്കാൻ തക്കവണ്ണം അവനെ ഒരുക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിളിച്ചിരിക്കുന്നു. ഭയങ്കര തലവേദനയാണ്, കോളേജിൽ പോകാൻ സാധിക്കുന്നില്ല. വചനമയച്ച് സൗഖ്യമാക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരുനാഗപ്പള്ളിയിൽ നിന്നും മേരി വിളിച്ചിരിക്കുന്നു. ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജ്, 2 പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ, ഈ വിഷയങ്ങൾ നിരകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദൈവിക വിടുതൽ ഇപ്പോൾ തന്നെ ആ ജീവിതം അനുഭവിക്കാൻ തൊക്കെ ഇടയാകണം. കർത്താവ്, ക്യാൻസറിന്റെ ഏത് സ്റ്റേജ് ആയിരുന്നാലും ദൈവിക വിടുതൽ കർത്താവിന് നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ കുടുംബജീവിതം ധന്യമായി തീരുവാൻ മക്കളെല്ലാം അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ചവരെന്ന് മോളെ വിളിച്ച് പറഞ്ഞിരിക്കുന്ന മകളെ വിവാഹത്തിൽ നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം ചെയ്ത് നല്ലൊരു വിവാഹം മകൾക്ക് ഉറപ്പിച്ച് ഡിസംബർ 30 ആ വിവാഹം നടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥന നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് നിന്നൊരു ഡോക്ടറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ 19ാമത്തെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കേണ്ട. പിന്നെ കഞ്ഞിക്കുടി നിന്ന് റെബേക്ക വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കൊച്ചുമാൾ ഹന്നയുടെ 16ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. മകൻ്റെ കുഞ്ഞ് എബിൻ്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അമ്മണി പുനലൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്നതും തിരുവല്ല ഇന്ന് ബിനു വിളിച്ച് പറഞ്ഞിരിക്കുന്ന മകൾ ആഷിമയുടെ 19ാമത്തെ ബർത്ത്ഡേ ആണ്. തുടർന്ന് പ്രാർത്ഥിക്കുക. അനേകർ നമ്മുടെ പ്രാർത്ഥനാകാര്യത്തിൽ അനേകർ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ നിങ്ങൾക്ക് അഭിനന്ദിക്കുന്നു. ദൈവം തരുന്ന പുതിയ വർഷം നന്മയുടെ അനുഗ്രഹത്തിന് വർഷമായി തീരുക. ഞങ്ങൾ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. മുൻപോട്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച് കർത്താവിന് വേല ശക്തരായി തീരുവാൻ ദൈവിക ബലവും ആരോഗ്യവും നിങ്ങളുടെ മേലുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥന കേരളത്തിൽ കർത്താവെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരെയും കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങ് നൽകുന്ന ഈ പുതിയ വർഷം അനുഗ്രഹത്തിന് നന്മയുടെ വർഷമായി തീരേണ്ടതിനാൽ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങേക്ക് പ്രയോജനമുള്ള കർത്താവെ ജീവിതം ജീവിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കാലത്ത് വിവാഹപ്രായമായിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. വിവാഹം ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡിസംബർ 30 വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും അങ്ങ് ക്രമീകരിക്കണം. ദൈവമേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഡിസംബർ 12, 13, 14 തീയതികളിൽ റെയിൻ കേരളയിൽ ഉള്ള 100 കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക ഒരു ധ്യാനം നടക്കുന്നു. ഇന്ന് തന്നെ താങ്കൾ വിളിച്ച് താങ്കളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. 100 പേർക്ക് വേണ്ടി മാത്രമായി ആ ശുശ്രൂഷ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം വരുന്ന 100 പേര് ഈ മാസം 28, 29, 30 തീയതികളിൽ 10 മുതൽ 12 വരെ 3 ദിവസങ്ങളും ഉപവാസ പ്രാർത്ഥന ടെലിവിഷനിലൂടെ ഹാർവസ്റ്റ് ടെലിവിഷൻ
ഓർക്കണം, ഹാർവസ്റ്റ് ടെലിവിഷൻ മാത്രം ആണ് ഈ ശുശ്രൂഷ ലഭിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ വിവരം അറിയിക്കണം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എന്തുമാത്രം ആളുകളാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ത്വക്ക് രോഗത്താൽ വളരെയധികമായി ഭാരപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബ്രെയിൻ കെയറിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ 5 ദിവസമായി ചൊറിയുന്നില്ല. പ്രാർത്ഥിച്ചതെന്ന 5 ദിവസം പിറകിൽ യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ബ്രെയിൻ കെയറിൽ കണ്ടതിന് ശേഷം വളരെ സന്തോഷം. മകൾക്ക് ജോലി കിട്ടി, എണ്ണ പൂശി പ്രാർത്ഥിച്ചു, യേശു സൗഖ്യം നൽകി. ബേബി ട്രിവാൻഡ്രത്തു നിന്ന് അറിയിച്ചിരിക്കുന്നത്, ആൻഡ്രൂസ് തമ്പിച്ചൻ USA നിന്ന് അറിയിച്ചിരിക്കുന്നത്, ഫിലദൽഫിയ എന്ന് അറിയിച്ചിരിക്കുന്നത്, നാട്ടിൽ വന്നപ്പോൾ അമേരിക്കയിലുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, യേശു അത്ഭുതം പ്രവർത്തിച്ചു, ജോലി ലഭിച്ചു, ജോലിക്ക് പോകാൻ തുടങ്ങി. പ്രാർത്ഥിച്ചതിന് നന്ദി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത് മുതൽ വലിയ അനുഗ്രഹം പ്രാപിക്കുന്നു, കടഭാരം കുറയുന്നു. ദീപ നെയ്യാറ്റുകരയിൽ നിന്ന് വിവരം അറിയിച്ചിരിക്കുന്നത്, മകൾക്ക് ജോലിയില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, യേശു അത്ഭുതകരമായ ജോലി നൽകി. ദേവി ബാലരാമപുരത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു, കളഞ്ഞുപോയ കമ്മൽ കിട്ടി. ട്രിവാൻഡ്രത്ത് നിന്നൊരു സഹോദരി സൂസൻ കളത്തിപ്പടിയിൽ നിന്ന് മകൻ ജേക്കബിന് UK വീട് വാങ്ങി, താക്കോൽ കിട്ടിയില്ലായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു, താക്കോൽ ലഭിച്ചു. ലോൺ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു, അനുകൂലമായ മറുപടി ലഭിച്ചു. ഇപ്പോൾ വന്ന അനേക വിഷയങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. എല്ലാം ചില എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല, എങ്കിലും ഓരോ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്നലെ മെസ്സസ് ഒരു തമിഴ് ലെറ്റർ ഇവിടെ വന്നിരിക്കുന്നത്. തമിഴ് ലെറ്ററിനകത്ത് ഏത് ഭാഷയിൽ വന്നാലും ഞങ്ങൾക്കതിന് പ്രാർത്ഥിക്കാൻ സാധിക്കും. താങ്കൾ അത് കത്തുകൾ അയക്കുക, വിവരങ്ങൾ എഴുതുക. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന മിസ്റ്റർ റീത റാണിയുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നു. ആ കുടുംബത്തിൽ ചിലർ ബാങ്ക് ടെസ്റ്റ് എഴുതിയിരിക്കുന്നു. പെൻഷൻ ആകാൻ പോകുന്ന വ്യക്തികളുണ്ട്, യൂട്രസിൽ പ്രോബ്ലം ഉണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം. തമിഴ്നാടിൻ്റെ നാനാസ് ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. 10 വർഷം മക്കളില്ല, 21-ാം തീയതി ടെസ്റ്റിന് പോകുന്ന പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് സുജ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് പകൽക്കാലം 250-ാമത്തെ ഈ ദിവസം സ്പോൺസർ ചെയ്യുന്നത് മിസ്സസ് കമലമ്മ തോമസ്, വിർജീനിയ ബീച്ച് USA നിന്ന്. അടുത്ത ദിവസം ഈ മാതാവ് നാട്ടിലേക്ക് വരിക. 3 മക്കൾക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചത്. റോബി ആൻഡ് ഫാമിലി, റെനി ആൻഡ് ഫാമിലി ആൻഡ് റോണി ആൻഡ് ഫാമിലി. ആ മാതാവിന്റെ യാത്രയ്ക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവരും 2 കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഓരോ വിഷയങ്ങളുടെ മേലും, ഓരോ ജീവിതത്തിന്റെ മേലും അങ്ങയുടെ കരം നിന്നിട്ട് ഇപ്പോൾ തന്നെ അത്ഭുതകരമായ മറുപടികൾ സംഭവിക്കട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ യേശുവിന്റെ വിടുതലോടെ ഇപ്പോൾ തന്നെ ചേർന്ന് പാടിയാട്ട്. താങ്കൾക്ക് ഈ യേശു പ്രാർത്ഥന കേരളത്തിലൂടെ ഏതെങ്കിലും ഒരു അനുഗ്രഹം നൽകിയെങ്കിൽ അത് ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ഇന്ന് തന്നെ സ്ക്രീനിൽ 6 നമ്പറുകൾ ഇന്ന് മുതൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വിളിക്കണം. അടുത്ത ദിവസം മുതൽ ബ്രെയിൻ കേരള ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ ആളുകൾക്ക് കൂടുതൽ സൗകര്യത്തോടെ കാണുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ഈ ഉദ്യമത്തിൽ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. 2 കരങ്ങളും ഉയർത്തി ഓരോരുത്തർക്കും അനുഗ്രഹിക്കപ്പെട്ടു ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരന്മാർ, സഹോദരിമാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, യുവതികൾ ഓരോരുത്തരും യേശുവിൻ നാമത്തിൽ അനുഗ്രഹീതരാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹത്തോടെ നീ അത്ര നല്ലവൻ, എന്റെ യേശുവേ നീ അത്ര നല്ലവൻ, നീ അത്ര നല്ലവൻ, എന്റെ യേശുവേ നീ അത്ര നല്ലവൻ, എന്റെ യേശുവേ
എന്നേശുവേ